Hey guys, what's up? Welcome back to my channel. Let's say Game Master 1, 2, 3. We Best Simulator Indonesia ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ടൂർ മാപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് അങ്ങോട്ട് വണ്ടി എടുക്കാം. പോളിസീൻ. നമ്മൾ ആൾക്കാരെ ആദ്യം പിക്ക് ചെയ്യാൻ പോകണം. ഫുൾ ടാങ്ക് പെട്രോൾ അല്ലേ, നമുക്ക് ഇവിടെ നിർത്തി പതുക്കെ വണ്ടി വെക്കും. പെട്രോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതെവിടെയാണ് നോക്കുന്നത്? ഇവിടെ ഒരു ആര കാണിക്കുന്നുണ്ട്. അത് പൊക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ 53 ഉള്ളു ഗൈസ് പെട്രോൾ. അപ്പോൾ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. ബൈക്ക് വരാം. നമുക്ക് ഇനി ഇതിനകത്ത് ഇറങ്ങുകയൊക്കെ ചെയ്യാൻ കഴിയും. ഫുൾ ടാങ്ക് അടിച്ചേക്ക് എന്തായാലും ഒരു ട്രിപ്പിന് പോകാനല്ലേ. ഓക്കെ, അടിച്ചോ. ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. Dimulai dari angka 0 ya. അടിക്കും. പിന്നെ ഇതിനകത്ത് പുതിയ അപ്ഡേറ്റിൽ വന്നതാണോ അതോ പണ്ടേ ഉണ്ടാകുന്നതോ ഇതിൻ്റെ അകത്ത് ആളെ ഇറക്കി നിർത്താൻ പറ്റും. Terima kasih, hati-hati di jalan. ഓക്കെ, ഫുൾ ടാങ്ക് ആണെന്നാണ് തോന്നുന്നത്. ഫുൾ ടാങ്ക് അല്ലേ അടിച്ചത്. ഫുൾ ടാങ്ക് ആവാതിരിക്കുക. നമുക്ക് അപ്പുറത്തെ വഴി ഇറങ്ങാം. അവിടെ ഇറങ്ങുമ്പോൾ ഈ വഴിയിൽ ഒരു ലോറിക്കാരാണ്. അപ്പുറത്തെ വഴിയിൽ ഒരു ബൈക്കുകാരുണ്ട്. അവിടെ വെച്ചിട്ട് എൻ്റെ സൗണ്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇൻഡിക്കേറ്റർ ഇതൊരു നല്ല മലേൻ്റെ വൈബ് റൂട്ടാണ്. സെറ്റാണ്. ഞാൻ ഒരു വട്ടം ഇത് കളിച്ചു നോക്കി. ആരുമില്ല. ഇത് വൺ വേ അല്ലെന്നാണ്. ഇത് വൺ വേ അല്ല. ഇടിക്കരുത് ബ്രോ. മഴ തെന്നിയതാണ്. ഓക്കെ പോവാം. ഒരു പറ്റുമെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബെസ്റ്റ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെ അടുത്ത വീഡിയോ ഇറങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൊമ്പൻ കൊണ്ടുവരും. ഇതെന്തറിയില്ല. നമുക്ക് ഇഷ്ടമുള്ള ബസ് ഉണ്ടെങ്കിൽ പറ, കമൻറ്റ് ചെയ്യും. നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. ടൂറിസ്റ്റ് ബസ്സാണെങ്കിൽ പറഞ്ഞു. ടൂറിസ്റ്റ് ബസ്സാണ് മെയിനായിട്ട് ഉള്ളത്. കൊമ്പൻ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളെ സ്ഥലം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മളെ തിരിച്ചാണ് പോകേണ്ടത്. നൊയ്സ് തട്ടാതെ എടുക്കും. ലൈറ്റൊക്കെ അടിച്ച്
വൈബ് റൂട്ടൊക്കെ വരുന്നുണ്ട്. ഓ ഇത് വൺ വേ ആണ്, ഇത് വൺ വേ ആണ്. ആ നമുക്ക് അങ്ങോട്ട് എടുക്കാൻ കുഴപ്പമില്ല. സിഗ്നലൊക്കെ ഓ മൈക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. ഇതിന്റെ മൈക്ക് ഞാൻ വലിയതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഞാൻ വേറൊരു ഇതിലാണ് എടുക്കുന്നത്, വേറൊരു ഹെഡ്ഫോണിലാണ്. കുഴപ്പമില്ലായിരിക്കും, നോക്കാം. ഹെഡ്ഫോൺ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരുന്നു. ഈ വഴി ഫുൾ ആംബുലൻസും പോലീസുമാണ്. എത്ര ആംബുലൻസിനെ കണ്ട് കഴിഞ്ഞ റോഡിൽ 4-5 ആംബുലൻസിനാണ്. മെയിൻ ഹൈവേ ആണ്. ഇവിടേക്ക് എത്തിയപ്പോൾ നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു കഴിഞ്ഞ കളിയിൽ. നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായാലും രാത്രിയാവും, നല്ല ലോങ് ആണ്. നമ്മൾ ഇങ്ങോട്ടാണ് ഫ്രണ്ടിലൊടുത്ത് നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിലടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇടിച്ചിട്ട് വണ്ടി വെറുതെ ആക്സിഡൻ്റ് ആക്കണ്ട. വണ്ടീൻ്റെ എൻ്റെ പൈസയാണ് റിപ്പയർ കാശിന് എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട് കണ്ടാൽ അറിയാൻ പറ്റും. പെട്രോൾ ഉണ്ടല്ലോ, പെട്രോൾ വെറുതെ അടിക്കണ്ട. അവിടെ കുറേ പിള്ളേരന്മാർ ഇടയ്ക്കിടയ്ക്ക് കയറുന്നില്ല. ലൊക്കേഷനിൽ നിന്നെത്തിയിട്ട് നമ്മൾ ഡ്രൈവറിനെ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ കാട്ടിലോട്ടായിരിക്കും എൻട്രി ചെയ്യുന്നത്. അടുത്തത് കണ്ട ഇവിടെ സിംഗിൾ വഴിയാണ്. ഇവിടെ 2 വണ്ടിയൊക്കെ കറക്റ്റ് പോവാൻ പറ്റിയ ഭയങ്കര പാടാണ്. ഞാൻ എത്ര വണ്ടീനെ ഇടിച്ചെന്നറിയാമോ? ഭയങ്കര വളവും കണ്ട വരുന്നത് കണ്ട. ചോകം ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇന്റീരിയർ വ്യൂട്ട് ഓടിക്കും. അതാകുമ്പോൾ ഇച്ചിരി കൂടെ കുഴപ്പമില്ല. സൗണ്ട് കുറവാണ് ഇന്റീരിയർ വ്യൂട്ട് ഓടിക്കുമ്പോൾ സ്പീഡ് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതാ ഇറക്കൊണ്ടായിരിക്കും. ഈ ഇറക്കം ഭയങ്കര സീനാണ്. പിന്നെ കയറ്റം വരുമ്പം വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോണത് ഒരു അമ്പലത്തിലോട്ടാണ്, ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിലോട്ടാണ് പോണത്. ഏതെന്ന് എനിക്ക് അറിയണം. കയറ്റമാണ് ഇത് ഇച്ചിരി വലിയ കയറ്റമാണ്. ഇതൊക്കെ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഞാൻ കഴിഞ്ഞു കണ്ട ലാസ്റ്റ് എത്തിയപ്പോൾ പെട്ടില്ലേ. അത് നമ്മൾ ഇങ്ങോട്ട് നൈസായിട്ട് കേറും എങ്ങനെ വലിഞ്ഞു വരണമെങ്കിൽ കേറും. എന്നാലും പാടാണ് ഗൈസ്. ഈ റോഡ് ഭയങ്കര സീനാണ്. അതൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് ഏറ്റവും ഒന്നും പറയാൻ പറ്റില്ല.
ബ്രോമോ ബ്രോമോ എന്തൊരു ബ്രോമോ? ഇതിലെ വളവുള്ള കയറ്റം. ഇത് കഴിഞ്ഞോട്ട് ഇവിടെയും കുടിച്ചില്ല. കഴിഞ്ഞോട്ട് ഇടിക്കാത്ത സ്ഥലത്താണ് നമ്മൾ ഇപ്രാവശ്യം ഇടിക്കുന്നത്. ഓടെ ഓടെ. ഇത് എന്നെ കൊണ്ട് പറ്റൂല. ബ്രേക്ക് പിടിച്ചിട്ട് ഇതൊരു പവർ ബ്രേക്കാണ്. പെട്ടെന്ന് നിൽക്കും കണ്ടോ? ഓക്കെ ബസ് ബസ് നിക്കടാ കേറിപ്പോക്കെ നമ്മൾ സൂക്ഷിച്ചാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തി. ആളെ ഇറങ്ങേണ്ടായിരിക്കും ഇറങ്ങും. ബസ് സ്റ്റാൻഡില് ഓക്കെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ അവസ്ഥ ഉണ്ടായി. ബസ് സ്റ്റാൻഡിൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇതിനകത്തിരുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? എല്ലാവരും ചായ കുടിക്കാൻ വെളി ഇറങ്ങിപ്പോയി. ഡോറൊക്കെ തല്ലി പൊളിച്ചോണ്ടാണ് പോയത്. എല്ലാരും കേറിക്കോ. എല്ലാരും കേറിയെന്ന് ഒന്ന് കടക്കാം. ചെവി ഒക്കെ മേലിയുടെ വണ്ടി. ഈ ഗെയിം ഉണ്ടാക്കിയ കമ്പനി ഓക്കെ. നമ്മളെ അമ്പലം റോഡ് ഇനി അങ്ങോട്ട് റോഡില്ല ഗൈസ്. നമ്മൾ ഇവിടുന്ന് നേരെ മാപ്പ് നോക്കി പോയാൽ മതി. ഓക്കെ മാപ്പ് നോക്കി ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അതിനൊക്കെ ഈ വ്യൂ പിടിയിലാണ്. ബ്രോമോയിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഓക്കെ ആൾക്കാരെ സ്കിപ്പ് ചെയ്ത് ഓക്കെ നമ്മൾ ഡ്രൈവർ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ക്ഷേത്രത്തിലോട്ട് കയറാൻ. ഇവരൊക്കെ എവിടെ പോണു? ഇവര് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോണേ. ഇവിടെ ഇല്ല എൻട്രി. ഇവിടെ നമ്മളെ പോലെ തന്നെ ഇഷ്ടം പോലെ ബസ് കാര് വന്നിട്ടുണ്ട്. ഇതെന്തൊരു സ്ഥലം? ഇത് ക്ഷേത്രമാണോ?
അങ്ങോട്ടാണ് ക്ഷേത്രം. ഇത് വെളിഭാഗമാണ്. അപ്പൊ അങ്ങോട്ട് എങ്ങനെ കയറും? ഇങ്ങനെ കയറാം. ഓ അങ്ങോട്ടൊന്നും കയറും. നമുക്കിനി ബസ് എടുക്കാം അല്ലേ? ഇത്രയും പോരെ. ഓ ഡ്രൈവർ സീനാണ്. ഓക്കെ, ഡ്രൈവർ ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞു. എന്തിനാണ് ഫോട്ടോ എടുക്കാനാണ്? ഫോട്ടോ വേണ്ട. ക്യാമറ വ്യൂ ഇങ്ങനെ അടിക്കാൻ. ഇങ്ങനെ ഇത്രയും വ്യൂ ഉള്ളു. ഇനി നമ്മൾ നേരെ ബസ്സിലോട്ട് പോവാം. ആരും അങ്ങൊന്നും പോയി നിൽക്കരുത്. ഞാൻ ബസ് എടുക്കാൻ പോവാണ്. എല്ലാവരും ബസ്സിലോട്ട് വന്നോ? ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും ബസ്സിലോട്ട് വരിക. ബസ്സിന്റെ ഹോൺ അടിച്ച് തന്നെ അവരെ വിളിക്കാൻ. കണ്ടിന്യൂ. എല്ലാവരും കയറിയിട്ടുണ്ടല്ലേ? ഓക്കെ ഗൈസ്, പറപ്പിക്കാം. ഇനി വന്ന വഴി തന്നെ പോകണമെന്നാണ് തോന്നുന്നത്. അതിനി ഇടവഴി ഉണ്ടോ? ഇനി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു. ഇവൻ പോയാലും നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മൾ അവനെ ഓവർടേക്ക് ചെയ്തു നൈസായിട്ട്. ഇനി സ്റ്റാൻഡിൽ നിർത്തുന്നില്ല. വണ്ടി വരാതിരുന്നു. ഇത് വൺ വേ ആണെങ്കിൽ സെറ്റായിരിക്കും. വൺ വേ ആണെങ്കിൽ വൈബ് റൂട്ടായിരിക്കും. വൈബ് തന്നെ എന്നാ ഇച്ചിരി കൂടെ വൈബ് ഇട്ട് ഇടിക്കാതെ പിന്നെ നമ്മള് ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. കണ്ട നമ്മൾ ലൈറ്റ് വരെ വെക്കാതെ ലൈറ്റൊക്കെ വെച്ച് ഇറക്കിയതാണ്. ലൈറ്റെല്ലാം ഊരി വെച്ച് ലൈറ്റ് സെറ്റ് DJ ഒക്കെ വെച്ചതാണ്. പിന്നെ കൊമ്പം ബസ് കൊണ്ടുവരുമ്പോ DJ വെക്കാൻ പറ്റുന്നുണ്ട്. മാക്സിമം ലൈറ്റൊക്കെ വെക്കാൻ നോക്കാം. നമ്മള് നോക്കാം. നമ്മള് പറപ്പിക്കാണ്. ഈ റോഡൊക്കെ എങ്ങനെ എനിക്ക് പറപ്പിക്കാൻ തോന്നുന്നു. ഇതാണ് പറപ്പിക്കാൻ തോന്നുന്നു. അങ്ങനെ അങ്ങ് പോയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ആ കയറ്റമൊക്കെ സിമ്പിളായിട്ട് കയറും. സിമ്പിളായിട്ട് കയറും. കുഴപ്പമില്ലാത്ത രീതിയിൽ കയറും. തിരിച്ചെത്തി കഴിഞ്ഞ് നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യും. ഒരു 31 മിനിറ്റ് അത്രയൊക്കെ ആണോളായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് വരാൻ 12 മിനിറ്റ്, അങ്ങോട്ട് പോകാൻ 12 മിനിറ്റ്.
ഈ 24 മിനിറ്റ് അല്ലേ വരും? 24 മിനിറ്റ് വരും. ഇതെങ്ങനെ 31? അത് നമ്മൾ കുറേ നേരം അവിടെ നിർത്തിയിട്ട് കേസ് അതാണ്. 10:56 റിയൽ ലൈഫിലെ സമയമല്ല, ഗെയിമിലെ സമയം. അങ്ങോട്ട് വണ്ടി കയറാം. അയ്യോ ചന്ദ്ര നേരിട്ട് ബാക്ക് ചെയ്ത വണ്ടിയൊക്കെ കിട്ടി. അതിന് നല്ലത് ഫുൾ ടാങ്ക് അടിച്ചാലും ലാഭമുണ്ട്. ഇനി നമുക്ക് പെട്രോൾ ബാക്കി വരും. റിപ്പയറിങ്. നമ്മളെ വണ്ടി കംപ്ലൈൻ്റ് ആയി. നമ്മൾ ഗ്യാരേജിൽ പോയി റിപ്പയർ ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ റിപ്പയർ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴയും പെയ്ത് കറക്റ്റ് ടൈമിങ്. ഓക്കെ നമ്മളിനി നേരെ മെയിൻ റോഡിലോട്ടായിരിക്കും കയറുന്നത്. ഓക്കെ ഇതുവരെയായിട്ടും എത്താത്തെന്ത്? ഓക്കെ മെയിൻ റോഡെത്തി. നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. വണ്ടിയിലെ പെട്രോൾ ചെക്ക് ചെയ്തിട്ട് പോകാം. ലിറ്റർ പെട്രോൾ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ തിരിച്ചു വരാം. അത്രയ്ക്കുള്ള പെട്രോൾ മറ്റോളും തെറ്റിക്കുന്നുണ്ട്. മറ്റവ എല്ലാ കുട്ടിയും തെറ്റിച്ചാണ് കാണുന്നത്. ഇഷ്ടം പോലെ നേരെ എടുക്കും. ആ വഴി കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെയുള്ള വഴിയിലാണ്. എനിക്ക് ഈ വീഡിയോ 1 മണിക്കൂറൊക്കെ ആയിരിക്കും. സിറ്റോക്ക് ആ ഒരു ടൗൺ നോക്ക്, ഒരു റെയിൻബോ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പോണ വഴി വേറെ, വന്ന വഴി വേറെ. നമ്മൾ ബേക്കറിൻ്റെ മുമ്പിൽ ഒന്ന് പാർക്ക് ചെയ്ത് അറിയാം. ബേക്കറിയാണ്. ഗ്ലിച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള എന്തരാണെന്ന് കണ്ടുപിടിക്കാൻ. എല്ലാ സ്ഥലത്തും ഇപ്രാവശ്യം തിരിച്ചു ഇനി മല
ഇട്ടേക്ക് സ്ഥലം പോലും നല്ലത്. ഇത് നമ്മൾ സ്ഥലം എഴുതി. പിന്നെ എൻ്റെ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകണം. ആരും മറന്നു നമ്മളെ മറ്റേ ഗെയിമിൽ കളിച്ചത് കണക്കായിരിക്കും. ഇമാരെ എവിടെയാണ് കൊണ്ടാക്കേണ്ടത് തിരിച്ച്? എനിക്കിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഇതെന്തൊരു പിന്നെ നമ്മൾ ലൂപ്പ് ചെയ്യുന്ന ലൂപ്പ് ഉണ്ടോ കട നമ്മൾ മറ്റേ ലൂപ്പ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ. ഒരു വട്ടം കൂടെ ലൂപ്പായി വരും നോക്കാം. എല്ലാം അതേ കണക്കല്ല. വണ്ടിയുടെ ഹെൽത്ത് ഉണ്ടായിരിക്കുമല്ലേ? 23 കുഴപ്പമില്ല. മാറിയില്ലേ? മാറിയിരിക്കുന്നെങ്കിൽ മാറിയില്ലേ? ഞാൻ ഇപ്പം ഇടിച്ചെടുത്തോണ്ട് പോകും. നമുക്ക് കൂടി ഇവിടെ ഇറങ്ങിയിരിക്കാം. അതാണ് നല്ലത്. നോ താങ്ക്സ്. ഓക്കെ. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. നമ്മൾ ഇതാണ് വണ്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ നാളെയല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ കൊമ്പനൊക്കെ ഇറക്കി സെറ്റാക്കി ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കുക ഗൈസ്. ലൈറ്റൊക്കെ എല്ലാ സ്ഥലത്തും വെക്കേണ്ടതാണ്. അതിനുള്ള ഇതാണ് ഇന്ന് പോയ പൈസ കിട്ടാൻ വേണ്ടി. നമ്മൾ പൈസ അതും ഇതൊക്കെ ചെയ്ത് കുറേ പോയി. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ ഇഷ്ടമുള്ള ബസ് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു കൊമ്പൻ ഫാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും നിങ്ങളൊരു കൊമ്പൻ ഫാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു 1S ഫാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൊമ്പൻ ഫാനാണ്, കൊമ്പൻ ദാവൂദ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.